നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് നിരന്തരം സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പരിശുദ്ധനായ കർത്താവേ, എന്നെ ശ്രവിക്കണമേ. എൻ്റെ പ്രാർത്ഥന ഗവനിക്കണമേ. നിഷ്കപടമായ അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ അർത്ഥന ചെവിക്കൊള്ളണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധനായ കർത്താവേ, എന്നെ ശ്രവിക്കണമേ. എൻ്റെ പ്രാർത്ഥന ഗവനിക്കണമേ. നിഷ്കപടമായ അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ അർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ വിധി തിരുസന്നതിയിൽ നിന്ന് വന്നുകൊള്ളട്ടെ. അങ്ങയുടെ കണ്ണുകൾ സത്യം കാണട്ടെ. എന്റെ ഹൃദയം അങ്ങ് പരിശോധിക്കുകയും രാത്രിയിൽ എന്നെ സന്ദർശിക്കുകയും ചെയ്തു. പരീക്ഷകൾക്ക് എന്നെ വിധേയനാക്കി, എങ്കിലും എന്നിൽ തിന്മ കണ്ടെത്തിയില്ല. മനുഷ്യരുടെ പ്രവൃത്തികളെ കുറിച്ച് വ്യർത്ഥമായി ഞാൻ സംസാരിച്ചില്ല. ദുർമാർഗങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ സംരക്ഷിച്ചു. എന്റെ പാദങ്ങൾ ഇടറാതിരിക്കാൻ ഊടുവഴികളിൽ അങ്ങ് എന്നെ സഹായിച്ചു. അങ്ങ് എനിക്ക് ഉത്തരം തരുന്നതിനാൽ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, ചെവി സായിക്കണമേ. എന്റെ വാക്കുകൾ ശ്രവിക്കണമേ. അങ്ങയുടെ നീതിമാനെ അത്ഭുത വിഷയമായ അങ്ങേ ശരണപ്പെടുന്നവർക്ക് രക്ഷകനായും മാറ്റണമേ. അങ്ങേ എതിർക്കുന്നവരിൽ നിന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ അപഹരിച്ച പാപികളിൽ നിന്നും എന്നെ എതിർത്ത ശത്രുക്കളിൽ നിന്നും അങ്ങയുടെ ചിറകിൻ തണലിൽ എന്നെ സംരക്ഷിക്കണമേ. വമ്പ് പറയുന്നവരുടെ വായടയ്ക്കണമേ. അവരെന്നെ പ്രശംസിച്ചു, ഇപ്പോൾ അവർ എന്നെ വളഞ്ഞിരിക്കുന്നു. എന്നെ നിലപതിപ്പിക്കാൻ അവർ നോട്ടമിട്ടിരിക്കുന്നു. കടിച്ചു കീറാൻ വരുന്ന സിംഹം പോലെയാണവർ. പതിയിരിക്കുന്ന സിംഹക്കുട്ടിക്ക് തുല്യരാണവർ. കർത്താവേ, എഴുന്നേറ്റ് അവനെ മുട്ടുകുത്തിക്കണമേ. അധർമ്മികളിൽ നിന്നും വാളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ദുഷ്ടരിൽ നിന്നും മരണഗർത്തത്തിൽ നിന്നും അങ്ങയുടെ കൈകൾ എന്നെ മോചിക്കട്ടെ. ആയുസ്സിൽ അവർക്ക് ഓഹരി കൊടുത്ത് അങ്ങയുടെ നിക്ഷേപങ്ങളാൽ അവരുടെ ഉദരം നിറയ്ക്കണമേ. മക്കൾ സംതൃപ്തരാകട്ടെ. മിച്ചമുള്ളത് അവരുടെ സന്തതികൾക്കായി നീക്കിവയ്ക്കട്ടെ. ഞാനോ നീതിയിൽ അങ്ങയുടെ മുഖം ദർശിക്കും. അങ്ങിനുള്ള വിശ്വാസം സജീവമാകുമ്പോൾ ഞാൻ സംതൃപ്തനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവരുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ, തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ക്ഷമയുടെ നിറകുടമായി വിളങ്ങും കരുണാവാരിധി മിശിഹാനാഥ, മഹിമയെഴും നിൻ തിരുവദനം നീ ഞങ്ങളിൽ നിന്നു തിരിച്ചിടല്ലേ. നിന്നുടെ നിക്ഷേപാലയം അതിൽ നിന്ന് അലിവും രക്ഷയുമേകിടേണം. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. നല്ലവനാകും കർത്താവേ, നിൻ സവിധേ അഭയം തേടും ദാസർ മുട്ടി വിളിക്കുന്നലിവോടങ്ങേ കരുണാവാതിൽ തുറന്നരുളേണം. കൃപതൻ നിറവേ യാചനകൾക്കായി ഉത്തരമെന്നും നൽകിയിടേണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മിശിഹാനാഥനും മാതാവാകും പാവനയാകും കന്യാവാദേ, ശ്ലീഹന്മാരെ മാർത്തോമായേ, മൽപ്പാന്മാരെ സഹദാമാരെ, നിങ്ങളുയർത്തും പ്രാർത്ഥന ഇവരെ കോട്ട സമാനം കാത്തിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവും ഓർത്ത് അങ്ങേ ഏറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന എൻ്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. എൻ്റെ നാവിനും മധുരത്തിനും അങ്ങ് കാവൽ നിർത്തണമേ. എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ. ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ. ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടരുടെ തൈലം കൊണ്ട് എൻ്റെ ശിരസ് പൂശാൻ അനുവദിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന
അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹമിശ്രണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം നീറുമ്പോൾ എന്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കാൻ എനിക്കിടമില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് എൻ്റെ അഭയമാണല്ലോ. അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശപഥപൂർവം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാനേറെ താഴ്ത്തപ്പെട്ടു. അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. എൻ്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ. അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു. അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല. പാപികൾ എനിക്ക് കെണികൾ വെച്ചു, എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല. അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നേക്കും എന്റെ ഓഹരി, അതിനാൽ അവയിൽ എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നും സത്യമായി പാലിക്കാൻ എൻ്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. കർത്താവെ, എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ. ശരീരങ്ങളുടെ സൗഖ്യദായകനും ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ, പാപികളായ ഞങ്ങളിൽ കനിയണമേ. സകലത്തിൻ്റെയും നാഥായി എന്നേക്കും ആമേൻ. ഈ തലമുറയിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. ഏസക്യാതൻ ഭവനത്തെ രക്ഷിച്ചവനാം കർത്താവേ, ഓരെശ്ലേമിൻ വീഥികളിൽ ശാന്തിയൊഴുക്കിയ ദൈവം നീ. വലതുകരത്തിൻ തണലിൽ നീ ആരാധകരെ നയിക്കണമേ. തിന്മയിൽ വീഴാതിവരെ നീ ദുഷ്ടനിൽ നിന്നും കാക്കണമേ. ദൈവസന്നിധിയിൽ നിന്ന് ദുഷ്ടരില്ലാതാകും. ദാവീദെന്നു വിളിച്ചപ്പോൾ ആപത്തുകളിൽ സാന്ത്വനവും ശത്രുഗണത്തിനു നാശമതം നൽകിയ കരുണാവാരിധിയെ, ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. പീഡകരില്ലാതായിടാൻ സഭയിൽ ശോഭ ചൊരിഞ്ഞിടും ശ്ലീവാ പൂജിതമായിടാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കന്യക തന്നുടെ അർത്ഥനയും മാർത്തോമാതൻ പ്രാർത്ഥനയും മൽപ്പാന്മാരുടെ യാചനയും സഹദാമാരുടെ മാതൃകയും വൈദിക വൃന്ദം യോജിപ്പിൽ നേതാക്കന്മാർ രമ്യതയിൽ സഭയുടെ മക്കൾ പുണ്യത്തിൽ വളരാൻ തുണയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് പ്രകൃത്യാ പരിശുദ്ധനും മഹത്വപൂർണനുമാകുന്നു. അങ്ങെല്ലാറ്റിലും ഉന്നതനും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു. അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും നാഥായി എന്നേക്കും ആമേൻ.
സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 20-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ ജനത്തോട് ഈ ഉപമ പറയാൻ തുടങ്ങി. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് പാട്ടത്തിന് കൃഷിക്കാരെ ഏൽപ്പിച്ച ശേഷം ദീർഘകാലത്തേക്ക് അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരിപ്പഴത്തിന്റെ ഓഹരി തനിക്ക് അവർ തരേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ അവനെ അടിച്ച് വെറും കൈയോടെ തിരിച്ചയച്ചു. അവൻ പിന്നെ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും ചെയ്ത് വെറും കൈയോടെ തിരിച്ചയച്ചു. അവൻ പിന്നെ മൂന്നാമത്തവനെ അയച്ചു. അവനെ ആകട്ടെ അവർ മുറിവേൽപ്പിച്ച് പുറത്തേക്കെറിഞ്ഞു. അപ്പോൾ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ എന്തു ചെയ്യും? എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, അവനെ അവർ മാനിച്ചേക്കും. പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം ആലോചിച്ചു, ഇവനാണ് അവകാശി, അവകാശം നമുക്കാകേണ്ടതിന് ഇവനെ നമുക്ക് കൊന്നുകളയാം. അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അവൻ വന്ന് കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇത് കേട്ട് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. ഈശോ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? ആ കല്ലിന്മേൽ നിപതിക്കുന്ന ആരും ഛിന്നഭിന്നമാകും. അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. തങ്ങൾക്കെതിരായാണ് ഈ ഉപമ ഈശോ പറഞ്ഞതെന്ന് നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും മനസ്സിലാക്കി അവനെ ആ മണിക്കൂറിൽ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവർ ജനത്തെ ഭയപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനും ആശ്വാസദായകനുമായ പിതാവേ, ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ വത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ലെയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനമാർക്കും
സന്യാസിനി സന്യാസികൾക്കും അൽമായ പ്രേക്ഷിതർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കുന്നതിന് നമ്മുടെ യാചന സ്വീകരിച്ച് നമ്മിൽ കനിയുന്നതിനുമായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ തൻ്റെ ശാന്തിയും സമാധാനവും ലോകാവസാനം വരെ നിവസിപ്പിക്കുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ പിതാക്കന്മാരായ മിത്രാന്മാർ ആജീവനാന്തം കളങ്കവും കുറ്റവുമില്ലാതെ തങ്ങളുടെ അജഗണങ്ങളെ നയിക്കാനിടയാകട്ടെ. സൽപ്രവർത്തികളിൽ പരിപൂർണരായ ഒരു ജനതയെ കർത്താവിനായി ഒരുക്കുന്ന ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്നതിനായി ആയുസ്സും ആരോഗ്യവും നൽകി അവരെ പരിപാലിപ്പിക്കണമെന്ന് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ രക്ഷകനും ജീവദായകനുമായ ഈശോ മിശിഹായുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് അനുസ്മരിക്കാം. അവളിൽ വസിച്ച പരിശുദ്ധാത്മാവ് തൻ്റെ കൃപയാൽ നമ്മെ വിശുദ്ധീകരിക്കുകയും തൻ്റെ അഭീഷ്ടം നമ്മിൽ പൂർത്തിയാക്കി തൻ്റെ സത്യം നമ്മിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. പ്രവാചകന്മാരെയും രക്തസാക്ഷികളെയും വന്ദകരെയും നമുക്ക് അനുസ്മരിക്കാം. അവരുടെ പ്രാർത്ഥനകളും പീഡാസഹനങ്ങളും വഴി അവരോടൊത്ത് നമുക്ക് നല്ല പ്രത്യാശയും രക്ഷയും ലഭിക്കുന്നതിന് സ്വർഗരാജ്യത്തിൽ സത്യവും സജീവവുമായ വാഗ്ദാനം പ്രാപിക്കുന്നതിന് അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കുന്നതിനുമായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരായ മാർ ഗ്രിഗോറിയോസ്, മാർ ബസേലിയോസ്, മാർ യോഹന്നാൻ ക്രിസോസ്തോം എന്നീ ശ്രേഷ്ഠാചാര്യന്മാരെയും മാർ യാക്കോബ്, മാർ അപ്രേം എന്നീ മൽപ്പാന്മാരെയും മറ്റെല്ലാ വേദപണ്ഡിതരെയും പുരോഹിതരെയും ദൈവസന്നിധിയിൽ നമുക്ക് അനുസ്മരിക്കാം. അവർ സാക്ഷ്യം വഹിച്ച വിശ്വാസത്തിൻ്റെ വിശുദ്ധ പ്രബോധനം അവരുടെ യാചനകളാലും പ്രാർത്ഥനകളാലും ലോകാവസാനം വരെ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ നിലനിൽക്കാനിടയാക്കണമെന്ന് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ദൈവത്തിരുമുൻപിൽ നമുക്ക് അനുസ്മരിക്കാം. അവിടുന്ന് അവരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കുകയും തന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ആനന്ദിക്കുന്നതിന് അവരെ അർഹരാക്കുകയും ചെയ്യുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ രാജ്യത്തെയും ദേശത്തെയും ഇടവകയെയും പ്രത്യേകമായി ഈ സമൂഹത്തെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. യുദ്ധവും അടിമത്വവും കൊള്ളയും ഭൂകമ്പവും ക്ഷാമവും വസന്തയും മറ്റെല്ലാ ദുരിതങ്ങളും നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട്
നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. സത്യവിശ്വാസത്തിൽ നിന്ന് തെറ്റി നടക്കുന്നവരെയും സാത്താന്റെ കിണിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവരുടെ ഹൃദയകാഠിന്യം അവിടുന്ന് മാറ്റിക്കളയുന്നതിനും അങ്ങനെ സത്യദൈവം ഏകനാണെന്നും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അവിടുത്തെ പുത്രനാണെന്നും രക്ഷ അവനിൽ മാത്രമാണെന്നും അവർ ഗ്രഹിക്കുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. മാനസികാസ്വാസ്ഥ്യം അനുഭവിക്കുന്നവരെയും ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സൗഖ്യത്തിൻ്റെയും കരുണയുടെയും ദൂതനെ അവരുടെ പക്കലയച്ച് ആരോഗ്യം പ്രദാനം ചെയ്ത് തൻ്റെ സമൃദ്ധമായ കാരുണ്യത്താലും കൃപയാലും അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നാം അവിടുത്തെ രാജ്യവും പുരോഹിതനും വിശുദ്ധജനവുമായി തീരുന്നതിനായി ശക്തനും കർത്താവുമായ ദൈവത്തിൻ്റെ പക്കൽ മുഴുഹൃദയത്തോടും ആത്മാവോടും കൂടെ നമുക്ക് നിലവിളിച്ചപേക്ഷിക്കാം. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് കരുണയുള്ള പിതാവും അനുഗ്രഹദാതാവുമാകുന്നു. തൻ്റെ സൃഷ്ടി നശിച്ചു പോകാതെ എന്നേക്കും ജീവിക്കുന്നതിന് അനുദപിച്ച് തൻ്റെ പക്കലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. സകലത്തിൻ്റെയും നാഥനും ആരാധ്യനും പിതാവുമായ ഏകദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ബഹുമാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് മിശിഹായിൽ നമ്മുടെ ആത്മാക്കൾക്ക് നല്ല പ്രത്യാശയും രക്ഷയും പ്രദാനം ചെയ്തു. തൻ്റെ അനുഗ്രഹവും കാരുണ്യവും കൃപയും അവസാനം വരെ നമ്മിൽ ചൊരിയുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്ത് അവനെ സ്തുതിക്കുവിൻ. സുതനാമീശോ മിശിഹാതൻ പാവന രക്തശരീരങ്ങൾ ജീവൻ നൽകിടും ഔഷധമായി ശോഭിപ്പൂ ബലിപീഠത്തിൽ ആദരമോടത് വൈദികരോ ദൈവജനത്തിനു നൽകുന്നു. പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക. മാനവ പരിമിതിയേറ്റവനാം സുതനാമീശോ സഹനത്തിൻ കാസാമോദാൽ കൈക്കൊണ്ടു മാനവ പാപം നീക്കിയിടാൻ
വൈദ്യോത്തമനാം മിശിഹായെ കൃപയാം ഔഷധമേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരയില്ലാത്തൊരു കുഞ്ഞാടാം സുതനാം മിശിഹാ കർത്താവിൻ മരണോത്ഥാന രഹസ്യങ്ങൾ ദൈവികമതുപോലാരാധ്യം. മാനവരൂപമണിഞ്ഞീശോ മർത്യനു ജീവൻ നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണാമയനായ ദൈവമേ, നിന്റെ കൃപാധിക്യത്താൽ ഞങ്ങളിൽ കനിഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളണമേ. നിന്റെ പീഡാനുഭവത്തെ സ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ നിരന്തരം നിന്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ആശ്രയവും പ്രത്യാശയും എന്നും എന്നേക്കും നീ മാത്രമാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമേ, എൻ്റെ ശത്രുക്കളിൽ നിന്നും എനിക്കെതിരായി നിൽക്കുന്നവരിൽ നിന്നും എന്നെ മോചിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, എൻ്റെ ശത്രുക്കളിൽ നിന്നും എനിക്കെതിരായി നിൽക്കുന്നവരിൽ നിന്നും എന്നെ മോചിക്കണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ മോചിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എൻ്റെ ജീവന് വേണ്ടിയവർ പതിയിരുന്നു, എനിക്കെതിരെ അവരുടെ ദുഷ്ടത ശക്തിപ്പെടുത്തി. കർത്താവേ, ഇതെന്റെ തെറ്റോ പാപമോ നിമിത്തമല്ല, അജ്ഞത കൊണ്ടല്ല അവർ എനിക്കെതിരെ പാഞ്ഞണഞ്ഞത്. ഇസ്രായേലിന്റെ ദൈവമേ, ഉണരണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, കാണണമേ. അങ്ങയുടെ ശക്തി ഞാൻ പുകഴ്ത്തും, പുലരിയിൽ അങ്ങയുടെ കൃപാവരം വാഴ്ത്തും. എന്റെ ഞെരുക്കകാലത്ത് അങ്ങ് എന്റെ വിമോചകനാണ്, എന്റെ അഭയകേന്ദ്രവും അങ്ങാണ്. ദൈവമേ, ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എന്തുകൊണ്ടെന്നാൽ എന്റെ സങ്കേത സ്ഥലവും എനിക്ക് കൃപയേകുന്ന ദൈവവും അങ്ങാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ മുട്ടിവിളിക്കുന്നവർക്ക് വാതിൽ തുറന്നുകൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ അനുഗ്രഹാശിസുകൾ നിന്റെ ജനത്തിന്മേലുണ്ടാകുമാറാകട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ. നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ. നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ വലത്തുകരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സഹായം ജീവിതത്തിലുടനീളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ തിരുവിഷ്ടം പോലെ റോഹാദിക്കുദിശ നമ്മെ നയിക്കട്ടെ. അവൻ്റെ കരുണയും ദയയും നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാറിയോസേപ്പിൻ്റെയും വിശുദ്ധ സ്ലേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായുടെയും മാർ അപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സമയവും കാലവും ക്രമീകരിക്കുന്നവനും സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമായ ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സകലരെയും നിത്യസൗഭാഗ്യത്തിന് അവിടുന്ന് അർഹരാക്കട്ടെ. വിശുദ്ധ സഭയെയും പാപികളും ബലഹീനരുമായ നമ്മെയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനെയും തൻ്റെ പരിപാലനത്തിൻ്റെ വലത്തുകരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.